Hey guys, welcome back to another stream. Hi guys, hi എല്ലാവർക്കും ഹലോ ഹായ്. അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? ഉസ്മാനാണോ? ഹായ് ഗൈസ്, എല്ലാവർക്കും ഹായ്. മുത്തേ, ഇന്നത്തെ ഫൈനല് അതായിരിക്കും ശരിയായ കളി, മനസ്സിലായ? നമ്മളെ ടീം നാണമില്ലാതെ അടുത്ത ജേഴ്സി ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടേ. എന്താടാ മേക്കെ, നമ്മ പണ്ട് തൊട്ടേ സ്പെയിനാണ്, മനസ്സിലായോ? ഇല്ല. ലക്ഷ്മി എമാൽ ഉള്ളിടത്തോളം കാലം നമ്മൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല, ഇല്ലില്ല. ഇന്ന് നോയിക്കോ, ഇന്ന് ശരിയായ കളിയായിരിക്കും. ഇന്ന് സ്പെയിൻ ജയിക്കും. ഇന്നത്തെ കപ്പ് സ്പെയിനിനാ. അല്ലെങ്കിൽ ഐഷോ ഷേക്ക്, ഇത് രണ്ടിലേതെങ്കിലും ഒരു സാധനം നിങ്ങൾ നാളെ തൊട്ട് അടിച്ചിറങ്ങിക്കോ പേര്. ഇതാണ് ഇവിടെ സംഭവിക്കണത്. ഇല്ല. ഇന്ന് 100% വിജയം. കരയണത് സ്പെയിൻ ഫാൻസാ, പ്രതീക്ഷ പോയെന്നും പറഞ്ഞിട്ട് കരയുവാ. ഇയാള് ജയിച്ചിട്ടുണ്ടോ? ഇല്ല, സ്പെയിൻ മുമ്പിലെ കഴിച്ച്. ഇന്ന് നിങ്ങൾ ടെൻഷൻ ചോടോ, ഞാൻ ഇല്ല ഇവിടെ. എന്തിനാ നിങ്ങൾ പേടിക്കുന്നേ? നമ്മളെല്ലാരും ഒറ്റക്കെട്ടായി ഇരുന്ന് ഇന്ന് അർജന്റീനനെ തോൽപ്പിക്കും. അതാണ് നമ്മളെ ലക്ഷ്യം, മനസ്സിലായോ? ഇന്ന് എല്ലാരും ലൈവിൽ എല്ലാവരും ഇരുന്നിട്ട് നമ്മൾ ഒരുമിച്ച് അർജന്റീനയെ തോൽപ്പിക്കും. സ്പെയിൻ ബെറ്റർ. സത്യം പറയലോ, എനിക്ക് പണ്ടേ യമാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അടിപൊളി ഒരു പ്ലെയർ വേറെ ഇല്ല. കഴിഞ്ഞ കളിയിൽ ഞാൻ യമാല് കളിക്കുന്ന പറഞ്ഞപ്പോ യമാലിനെ ഇരുന്ന് അവരാധി ചാളായി പറയുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞേ ടിജെന്റെ കേസൊന്നും നിന്റെ അടുത്ത് പറയല്ലേ, വെറുതെ തീട്ട കേസൊന്നും എനിക്ക് പറയാനൊന്നുമില്ല, മനസ്സിലായോ? ഒമാരെ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാ, ആരാണോ ആളില്ലാതെ നിക്കണത്, അല്ലെങ്കിൽ മെറ്റ അയ്യോ മെറ്റന്റെ കേസൊന്നും പറയണ്ട. 2-3 പ്രാവശ്യം കുറുപ്പിന്റെ IGL വരെ കുറുപ്പ് IGL ചെയ്തിട്ടാണ് TGA കളിച്ചിരുന്നത്. അപ്പൊ പിന്നെ അതൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമല്ല. ലാസ്റ്റ് ടൈം പോലും നമ്മളിട്ട് മറ്റേ ഇതിൽ തൂറിങ്ങാണ്ടാണ് പോയത്. പിന്നെ വാറ് എന്താണടാ, സമയത്തിന്റെ എന്തോ പ്രശ്നം കൊണ്ട് പോയപ്പോണ്ട് സ്റ്റിൽ 7-0. അപ്പൊ ഞാൻ അങ്ങനെ അന്ന് ആലോചിച്ചിട്ടോ, 7-0 6-0 എന്തോ പറഞ്ഞു. അപ്പൊ ഇവന്മാരെ വിചാരം ഹോസ്റ്റേജ് കൊണ്ടായാലും അല്ല, ഹോസ്റ്റേജോ ഇനീഷ്യൽ അങ്ങനെ എന്ത് കൊണ്ടോ ഇതൊക്കെ ഇവന്മാരെ കൗണ്ടിങ്ങാ, മനസ്സിലായോ? അപ്പൊ ഇവന്മാരെ പറ്റിയൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനല്ല. KVA തന്നെ ഇപ്പൊ അന്ന് T47 പ്ലേയേഴ്സ് അത്രയും പ്ലേയേഴ്സ് അവിടുന്ന് ഇറങ്ങി ഡൗൺ ആണെന്ന് കണ്ട് KVA അടിച്ച് മാസാവുക, ഇതെല്ലാമാണ് ഇവന്മാരെ പരിപാടി. നമ്മളിപ്പോൾ അവന്മാർക്ക് അറിയാം ഈ സിറ്റിയിൽ 30 പ്ലേയേഴ്സാണ് പ്രീ വാറിന് എന്നുള്ളതും നമ്മളാകെ പ്ലെയർ കൗണ്ട് 28 ആണെന്നുള്ളതും അവന്മാർക്ക് നന്നായിട്ട് അറിയാം. അവിടെ ആരാടെ അന്ന് DH അടിക്കാൻ പോകാൻ ഭയങ്കര മുട്ടി നിൽക്കുകയാണെന്ന് നമ്മൾ DH അടിക്കുകയാണെന്ന് കണ്ടപ്പോ. എന്നിട്ട് മറ്റേ വാർച്ചാറ്റില് മാസടി മാത്രമേ ഉള്ളൂ, സീറോ വെടി എന്നൊക്കെ പറഞ്ഞിട്ട്. നിന്റെയൊക്കെ അടുത്ത് ആര് മാസടി? ഞാൻ എന്റെ ലൈവ് ഇരുന്ന് എന്റെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു, നീയൊക്കെ എങ്ങനെ അറിഞ്ഞടാ? നാണമില്ലാത്തവന്മാരെ. മെറ്റൊക്കെ കമ്മിയൊന്നുമില്ല. പിന്നെ അങ്ങനെ പോട്ട്, ഗെയിം അല്ലേ, അങ്ങനെ പോട്ട്. അതിനെ പറ്റിയൊന്നും പറയല്ല. നമുക്ക് ഇന്നത്തെ സ്പെയിൻ ജയിക്കുന്നതിനെ പറ്റിയും അർജന്റീന തോൽക്കുന്നതിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് ഒരു കമന്റ് നോക്ക്. സ്പെയിൻ ജയിച്ചാല് യമാലിന് ഒരു വേൾഡ് കപ്പ്, റൊണാൾഡോയ്ക്ക് 0 വേൾഡ് കപ്പ്. ബ്രോ, ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്പെയിൻ ജയിച്ചാലും നമുക്ക് അവരെ കൊണ്ട് ബുദ്ധിമുട്ടില്ല. ആരെ കൊണ്ട്? സ്പെയിനിനെ കൊണ്ട്. പക്ഷെ ഈ അർജന്റീന ജയിച്ചാ ഞാൻ സത്യം പറയില്ല, ഈ ഡിസ്കോഡ് വരെ പൂട്ടിക്കെട്ടി പോകേണ്ടി വരും. കാരണം ഈ മാക്കൊക്കെ ഇവിടെ കടന്ന് മുട്ടം കോണയായിരിക്കും, മനസ്സിലായോ? എന്തിന് ഞാൻ ആ പണി എടുക്കണം? പിന്നെ അത് മാത്രല്ല, നാട്ടിലിറങ്ങാൻ പറ്റൂല. ഗ്രൂപ്പിൽ ഫുള്ള് കോണടിച്ചിട്ടുള്ളത്. എന്തിനാ ഇതിന്? എല്ലായിടത്തുനിന്നും എക്സിറ്റ് അടിച്ച് പോകേണ്ടി വരും. അപ്പൊ നമ്മൾ ഒറ്റക്കെട്ടായി കണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ബ്രസീൽ ഫാൻസ്, പോർച്ചുഗൽ ഫാൻസ്, ജർമ്മനി, ഇംഗ്ലണ്ട്, ഫ്രാൻസ് തുടങ്ങിയ എല്ലാ ഫാൻസുകളും കൂടി ഒറ്റക്കെട്ടായി ഇന്ന് നമ്മൾ അർജന്റീനനെ അങ്ങ് തോൽപ്പിക്കണം, മനസ്സിലായോ? അതാണ് ലക്ഷ്യം. ഇല്ലടാ, ഇല്ലല്ല, ഞാൻ പറയട്ടെ, യവന്മാരൊക്കെ എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് പല ഉടായ്പത്തരും ഇന്ന് നടക്കും. മെസ്സി ഫോഴ്സിംഗ് ബ്രാസിൽ ഫാൻസ് ടു സപ്പോർട്ട് ബാർസലോണ ലോൽന്നോ? ഇഷാമേ, നീ മെസ്സി ഫാനാന്ന് എനിക്കറിയാം. നിന്റെ ഞാൻ മൈൻഡ് ചെയ്യുന്നതന്നെയല്ല. പോളാ എടാ, പോൾ ഇട്ടോക്കെയാണടാ ഇന്നത്തെ പോള്. നിങ്ങളുടെ പോള് ജയിച്ചിട്ടുള്ളത് നിങ്ങളെ നിൽക്കുന്നതും. എടാ, ഇനി നിന്റെ ചാറ്റിൽ തന്നെ കൊറേ എണ്ണം മെസ്സി ഫാൻസ് ആടാ, കൊറേ എണ്ണം അർജന്റീന. ഞാൻ ചോദിക്കട്ടെ, അല്ല ഓട്ടെ മേക്കെ, മെസ്സി ഇപ്പൊ ഈ ചിലപ്പം
ഈ കുറിക്കത്തെ വേൾഡ് കപ്പും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വിരമിക്കും. പിന്നെ നീ ഏതാ ടീം? ഇല്ല, വിരമിക്കത്തില്ല. പിന്നെ മെസ്സി എന്ത് മെസ്സി 44 ഇപ്രാവശ്യം വയസ്സ് വരെ വേൾഡ് ഇനി കപ്പ് കളിക്കുവോ? അടിച്ചില്ലെങ്കിൽ അടുത്ത വേൾഡ് കപ്പ് കളിക്കുമെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. പയ്യനൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങളെപ്പോലെ മറ്റേ യൂട്യൂബ് ചാനലിന്റെ പുറകെ പോയിട്ട് നടുവിലക്കി പിടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ബ്രോ കളിച്ചോളും. നമുക്കൊരു യൂട്യൂബ് ചാനലെങ്കിലും ഉണ്ട്. നമ്മളൊരു പ്രൊമോഷന് മേടിക്കുന്നത് 200 300 CR ആണ്. അല്ലാതെ എങ്കിലൊരു ആയ എങ്കിലൊരു കാലത്ത് അവിടെ ഇൻസ്റ്റാഗ്രാമും മറ്റേ തുടങ്ങി അവിടെ കുണ്ടനടിച്ച് നടക്കുന്ന മാറി എന്തിനാ പരിപാടിയല്ല. കളിക്കാൻ വരുന്നേ? ഇന്ന് പ്രണവ് എനിക്കൊരു എന്തിനാ വീഡിയോ കളിക്കാൻ അയച്ചിട്ടുണ്ട്. വരുന്നേ? കളിക്കാൻ വരുന്ന എന്തിനാ? കളി കാണണം. അയ്യേ ഞാൻ പറയട്ടെ, ഇവനോടൊന്നും എനിക്ക് ഒന്നും കൊണക്കാൻ പോലും ഇല്ല. ഇന്നത്തെ കളി കഴിയട്ടെ, എന്നിട്ട് ഇവനെയാണുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കാം. ശരിക്ക് ബിലാലിന്റെ ലൈവ് ഒന്നെടുത്ത് നോക്കിയാ വേണ്ട. ടീജന്റെ കേസ് വിട്, ചരിത്രം ടീജന്റെ കേസ് വിട്, കഴിഞ്ഞില്ലേ? അതല്ല ടി എന്താണ് ജി ഒന്നും അല്ല. ഞാൻ പറയട്ടെ? ബിലാലിന്റെ ലൈവ് ചുമ്മാ എടുത്ത് നോക്കിയേ. അല്ല എന്ത് ബിലാല് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണല്ലേ? ഭ്രാന്തൻ എനക്കറിയാം വട്ടി ഓടി എന്തിനാ നടക്കണേ. അയ്യോ ഇതിന്റെ എന്തെന്നാടാ ബിലാലെ. നേരത്തെ വേറെന്തോ ഹവേഴ്സ് കംപ്ലീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇപ്പൊ മാറ്റിയാ വേറെ ട്ടോ. ഞാൻ പറയട്ടെ ഗൈസ്, റിക്രൂട്ട്സ് വരും. വെയിറ്റ് ചെയ്യും. ഒരു വരും 2 to 3 ഡേയ്സിന്റെ ഉള്ളിൽ നമുക്ക് എന്തായാലും ഒരു 3 ദിവസം മാക്സിമം. 2-3 റിക്രൂട്ട്സ് മേ ബി വരും. അത് വന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ ആൾക്കാരെ എല്ലാം ശരിയാക്കി എല്ലാരെയും തരാം guys. നിങ്ങൾ വെയിറ്റ് കാണണം. ആക്കുക. അത്രേ ഉള്ളൂ. എല്ലാരും അവിടെ അല്ല, ഇന്ന് ഞാൻ പിള്ളേരെ വിളിച്ച് കയറ്റി മുതുക്ക് റിപ്പയർ വന്ന് 15 മിനിറ്റ് നിന്നപ്പോ അവര് കഴിയുന്നില്ല. ഞാൻ എല്ലാരോടും ഇറങ്ങിക്കോളാൻ പറഞ്ഞപ്പോ എന്റെ വണ്ടിക്ക് കൊണ്ട് വട്ടം വെച്ചേക്കുന്നു. എന്താ ടൈമിംഗ് അല്ലേ? അത് മറ്റേ അല്ല മറ്റൊന്നല്ല പറയല്ലേ guys, നാച്ചുറൽ മറ്റേ പറയല്ലേ. നാച്ചുറൽ നാച്ചുറൽ. ശരിക്കും ഞാൻ ഇപ്പൊ വരാം. ഞാൻ ഫുഡ് എടുത്തിട്ട് വരാം. നിന്റെ ഫുഡ് മേടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇന്ന് അണ്ണാക്കിൽ അടിച്ച് കിട്ടും. സ്പെയിനാ മുത്തേ ഓപ്പോസിറ്റ്. നമ്മളെ ലക്ഷ്മി അമ്മാൽ ഇന്ന് ശരിയായ കളിയായിരിക്കും. മനസ്സിലായ ബോസ്? ഇന്ന് അർജന്റീന ജേഴ്സി ഇടാത്തത് എന്ത്? അർജന്റീന തോക്കുമായിരുന്നല്ലോ എന്നാ. എടാ അഫ്സൽ ചെയർ അങ്ങനെ പറയല്ലടാ. ഞാൻ ഇന്ന് എന്തായാലും സ്പെയിൻ ജയിക്കും ഗായ്സ്. നിങ്ങൾ ടെൻഷൻ വേണ്ട, ഞാൻ ഉറപ്പാണ്. ഇന്ന് ദിൽഷാദ് ബ്രോ ഒന്നും ഇല്ലേ ഇന്ന് ഓഫർ ചെയ്യാനൊന്നും? ഇന്ന് അല്ല, നമ്മൾ ആ 10,000 രൂപ കിട്ടിയോ ഗൈസ് നിങ്ങൾക്ക് ചാറ്റിന് ഗ്രൂപ്പിൽ നിന്ന്? റെഡീം കോഡൊക്കെ കിട്ടിയോ? റക്കനൊക്കെ തരുന്നുണ്ടോ? റക്കനെ ഞാൻ ആ 10,000 ഏൽപ്പിച്ചിന്. ഇത് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? സൗണ്ട് കുറവോ? വെയിറ്റ് ചെയ്യും. സൗണ്ട് കുറവാണെങ്കിൽ മിക്കവാറും മറ്റേ സാധനം ഒന്നും കൂടി ആഡ് ചെയ്യേണ്ടി വരും. ഗെയിന്. ഹലോ ഇല്ലല്ലോ, ഇത് ഉണ്ടല്ലോ ഓൾറെഡി. പോടാ, സൗണ്ട് കുറവൊന്നുമല്ല. ഞാൻ ഇനി സൗണ്ട് ഇട്ടാൽ ചിലപ്പോൾ നിങ്ങളെ ചെവി പോവും. കിട്ടിയില്ലെന്നോ? റക്ക DC ഫിഫ സ്ട്രീം ആക്കാൻ പറയുമെന്നോ? എന്നെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്ക് കാണണല്ലേ? നമുക്ക് DC ഒന്ന് നോക്കാം. അപ്പോൾ ഇതിന് കളി തുടങ്ങും. കളി അരമണിക്കൂറും കൂടിയല്ലേ ഉള്ളൂ. അരമണിക്കൂർ നമുക്ക് DC നോക്കാം കഴിച്ചു. അപ്പോൾ ഇതിന് കളി തുടങ്ങും. ഇന്ന് നേർച്ച വരെ ഇട്ടാണ് നമ്മുടെ നാട്ടിൽ. മനസ്സിലായോ? ഇവിടെ പള്ളികൾ മറ്റേ 60 വരെ ഏൽപ്പിച്ചാന്ന് പറഞ്ഞാണ്. അത്രയും